ക്ലാസ്സിൽ? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഇത് എന്ത് പഠിക്കുമെന്ന് പറഞ്ഞേ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഓക്കെ, ഹൈഡ്രോ എന്ന് വെച്ചാൽ എന്താ മീനിങ്? വാട്ടർ. അപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്താ നടക്കുന്നത്? കറണ്ട് വെച്ച് കറണ്ട് ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അവിടുത്തെ എങ്ങനെയാണ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന് ഞാൻ എന്താ ചെയ്യുന്നത്? വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, ഇതാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇതെന്താ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? അറിയാവോ? റിസർവോയർ. വെരി ഗുഡ്. അപ്പൊ റിസർവോയറിൽ എന്ത് ചെയ്യും? വെള്ളം സ്റ്റോർ ചെയ്യും. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ വെള്ളം ഇവിടെ കണ്ടോ ഒരു ചാനൽ, അതുവഴി എങ്ങോട്ടാ വീഴുന്നത്? ലീഫുള്ള കമ്പോണന്റ് എന്താ പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ? ടർബൈൻ. ടർബൈൻ, കറക്റ്റ്. ടർബൈനിലോട്ട് ഈ റിസർവോയറിൽ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ ടർബൈനിലോട്ടാണ് വീഴുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, ടർബൈൻ എന്താ ചെയ്യുന്നത്? കറങ്ങുന്നുണ്ടല്ലേ? ടർബൈൻ കറങ്ങുമ്പോൾ ടർബൈനിൽ എങ്ങോട്ടാണ് ഒരു ബെൽറ്റ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഒരു കമ്പോണന്റിലോട്ട്. എന്താ അത്? ഒരു മോട്ടറാണ്, മിനി മോട്ടറാണ് അല്ലേ? അവിടെ വലിയ മോട്ടറിലോട്ട്. അപ്പൊ ടർബൈൻ കറങ്ങുമ്പോൾ മോട്ടർ എന്താ ചെയ്യുന്നത്? മോട്ടർ കറങ്ങുന്നുണ്ടോ? കറങ്ങുന്നില്ലേ? ഒന്ന് നോക്കിയേ, ആ ബെൽറ്റ് കറങ്ങുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഈ ടർബൈൻ കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുന്ന് 2 വയർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അത് വെച്ച് എന്ത് ചെയ്യും? അതെങ്ങനെ മനസ്സിലായി? ലൈറ്റ് കത്തിയപ്പോൾ മനസ്സിലായി അല്ലേ? ഓക്കെ, ഇത് എന്തിൽ നിന്നാണ് ലൈറ്റ് കത്തിയത്? വെള്ളത്തിൽ നിന്ന്. എവിടെ നിന്നാണ് ലൈറ്റ് കത്തുന്നത്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലൈറ്റ് എവിടെയാ കത്തുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത വാട്ടർ ടർബൈനിലേക്ക് കൊടുത്തു. ടർബൈൻ അപ്പം എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. ടർബൈൻ്റെ റൊട്ടേഷൻ കാരണം മോട്ടർ റൊട്ടേറ്റ് ചെയ്തു. ഈ മോട്ടറിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി എവിടെ സ്റ്റോർ ചെയ്തു? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒന്ന് പറഞ്ഞേ, എവിടെ സ്റ്റോർ ചെയ്തു? പവർ സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്തിട്ട് അത് ആ ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ആയി എങ്ങനെ മനസ്സിലായി? ലൈറ്റ് ഉണ്ടോ? മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ റിസർവോയറിൽ സ്റ്റോർ ചെയ്ത വെള്ളത്തിൽ എന്ത് എനർജിയാണ് ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പഠിച്ചില്ലേ? എന്ത്? ടാങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ, വെള്ളം ഒരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന്റെ പൊസിഷൻ കാരണം എന്ത് എനർജി കിട്ടുന്നു? പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി ഈ ചാനൽ വഴിയാണ് ഇങ്ങോട്ട് കൊടുത്തത്. ആണോ? ടർബൈനിലോട്ട് കൊടുത്തത്. ഈ ചാനലിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. എന്താണ്? പെൻസ്റ്റോക്ക്. എന്നിട്ട് ഈ പെൻസ്റ്റോക്ക് വഴി എന്ത് ചെയ്തു? ടർബൈനിലോട്ട് കൊടുത്തു. അപ്പോൾ ടർബൈൻ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് എനർജിയാണ് വന്നത്? മെക്കാനിക്കൽ എനർജിയാണ്. ഏത് എനർജിയാണ് മെക്കാനിക്കൽ എനർജിയിലെ? കൈനറ്റിക് എനർജി വന്നു. ഈ കൈനറ്റിക്, അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തില്ലേ? ഇന്നലെ നമ്മൾ ബലൂൺ ടോയ് കാറിൽ കണ്ടില്ലേ? സെയിം. ബലൂണിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി കാരണം കാർ മൂവ് ചെയ്തു, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ ഈ കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? പവർ സ്റ്റേഷനിൽ ഇലക്ട്രിസിറ്റി ആയി, ഇലക്ട്രിക്കൽ എനർജി. മനസ്സിലായല്ലോ? കൺവെർഷൻ എഴുതാൻ പറ്റുമോ? ബോർഡിൽ ഒന്ന് എഴുതിക്കേ. റിസർവോയറിൽ സ്റ്റോർ ചെയ്ത വാട്ടറിൽ എന്ത് എനർജിയാ? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്ത് പെൻസ്റ്റോക്കിൽ കൂടെ പോയിട്ട് ടർബൈൻ കറങ്ങിയപ്പോൾ മോഷൻ കാരണം കൈനറ്റിക് എനർജി. അത് എഴുതിക്കേ. പൊട്ടൻഷ്യൽ എനർജി transformed to kinetic energy എന്തായിട്ട് മാറി? പവർ സ്റ്റേഷനിൽ മോട്ടർ എന്താ ചെയ്തു? മോട്ടർ കറങ്ങിയിട്ട് എന്ത് ജനറേറ്റ് ചെയ്തു? ലൈറ്റ്
കത്തും. ലൈറ്റ് കത്താൻ എന്ത് എനർജി വേണം? ഇലക്ട്രിക്കൽ. മനസ്സിലായോ എനർജി ട്രാൻസ്ഫോർമേഷൻ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് മനസ്സിലായോ? ഒന്ന് പുതിയതായിട്ട് പഠിച്ച വേർഡ് എന്താണ്? അതിന് കമ്പോണന്റിന്റെ പെൻസ്റ്റോ കിട്ടിയല്ലോ. വേണ്ട വേണ്ട, മനസ്സിലായല്ലോ? ഓക്കെ, എന്നാ നീ എല്ലാവരും സീറ്റിൽ പോയിരുന്നോ?